അങ്ങനെ ഞങ്ങൾ ഷെയ്ഖ് സയ്യിദ് ഫെസ്റ്റിവലിന് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഷെയ്ഖ് സയ്യിദ് ഫെസ്റ്റിവൽ കാണാനാണ്. ഇവിടെ ഇതാവുമ്പോൾ തിരക്കില്ല, കാരണം വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് അധികം തിരക്കില്ല. എന്നാണ് എൻട്രൻസ് ഫ്രീയിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഇതിങ്ങനെയാണ് അതിൻ്റെ എൻട്രൻസ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരണത്. ഇവിടെ ഓരോ ഇവൻസും പരിപാടികളൊക്കെ നടക്കാറുണ്ട്. ജയന്റ് വീല്, നമ്മളങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ജസ്റ്റ് ഇവിടെ വന്നാണ് അതിൻ്റെ കാണുന്നത് കംപ്ലീറ്റ്. ഒരേ ടൈപ്പ് ആവൂല. ഇവിടെ നിന്നല്ലേ ഇവിടെ എന്തോ കുക്ക് ചെയ്യുന്നുണ്ട്. ഷൂട്ട് ഇതെന്താ സംഭവം? ഡ്രിങ്കാണോ? ഹൽവ ഒമാനി ഹൽവ ഇത് ഒമാനി ഹൽവയാണ്. ഞാൻ കൊടുക്കാം. കാവല്ലേ, കാവയാണ്. ഇത് രണ്ടുമാണ് കോമ്പിനേഷൻ. ഇത് ഭയങ്കര സ്വീറ്റാണ്. നല്ല മധുരമുണ്ടല്ലേ? അതിന് തീരെ മധുരമില്ല. ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ നല്ല മധുരം. അവിടെ ഉണ്ടാക്കുന്ന അതേപോലത്തെ സാധനം ഫേമസ് ആണ്. വേണ്ട ഒതന്റിക് അല്ലേ? ഇളക്കാൻ എത്ര പാടറിയോ ഈ സാധനം ഇളക്കാനേ. അവ എത്ര മണി ചോദിച്ചു കിട്ടും. ഇറാൻ പവലിയൻ അതാണ് സംഭവം.
ഇവിടെ ഇന്നായതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നല്ല സുഖമായിട്ട് നമുക്ക് എല്ലായിടത്തും ചെല്ലാം, വേണ്ട ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാം. ഇവിടെയൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെയൊക്കെ ഓരോ ഫുഡുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എന്തോ പ്രോഗ്രാംസ് ഒക്കെ നടക്കണ്ട, അവിടെ പോയി നോക്കാം. ഒരു ഇൻസ്ട്രക്ഷനൊക്കെ ഉണ്ട്. അവിടെ കയറുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിക്കണം. ഇവിടെ എക്സ്ട്രാ ഫീസാണ്, എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. 20 ദിർഹംസാണ്. ഓക്കെ, ഒരാൾക്ക് 20 ദിർഹംസാണ് അഡൽട്ടിന്. ചിൽഡ്രന് 10 ദിർഹംസാന്ന് തോന്നുന്നു. ഇതൊരു സൂ ആണ്. കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു സൂ. ചെറിയ കുറച്ച് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നീണ്ട പുലിന് അടുത്ത് പോയി കാണാൻ പറ്റുമോ നോക്കിയോട്ടെ. ഇതൊക്കെ ഡമ്മിയാണ്. ഒന്ന് നോക്കിയാണ് ആരൊക്കെയാണ് എവിടേക്കാണ് ഉള്ളതെന്നൊക്കെ. ആ കൂട്ടിലേക്ക് കയറിപ്പോയി. ഭാഗ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ മേലേക്ക് ചാടി കയറും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇവിടെ നിന്ന് കാണാം. പോയിട്ട് സൈഡായിട്ടാ. റംസ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ കയറാം. അത് വേണമെങ്കിൽ സിംഹത്തിനൊക്കെ തീറ്റ കൊടുക്കാന്ന് പറയണേ. പൂച്ചക്കൊക്കെ ഇവിടെ വൈബാട്ടോ. നല്ല കുഷനുള്ള സോഫ, നല്ല ഉഷാറ് പരിപാടിയാണ്. ചിലപ്പോൾ നല്ല വിലയുള്ള പൂച്ചയായിരിക്കും, നമുക്കറിയാത്തായിരിക്കും കേട്ടോ. ഇങ്ങോട്ടോ ഇതിൽ കിടന്നുറങ്ങണ നോക്കിയാണ്ട് സംഭവങ്ങൾ ഉറങ്ങി ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇനി വെറുതെ കുറച്ച് താറാക്കളുണ്ട്, താറാക്കുഞ്ഞുങ്ങൾ. ഇത് വേറെ എന്തൊക്കെയോ സാധനം ചെറിയായിരിക്കണ എന്തോ കണ്ടാൽ മനസ്സിലാവില്ല. മരത്തിൻ്റെ കളറായിരുന്നു. മറ്റേ സാധനം പോകണം. ഫ്ലമിംഗോ മയിലുണ്ട് നമ്മുടെ. എല്ലാവരും നല്ലൊരു സംഭവത്തെ ചെയ്തിട്ടേക്കാം. എന്ത് സാധനമൊന്നും അറിയില്ല. പക്ഷെ ഒരു കയ്യിലൊക്കെ എടുക്കണ്ടായില്ല. ഇത് ഞാൻ ആദ്യം വിചാരിച്ച് ഉണ്ടാക്കി വെച്ചേക്കണ. എന്താ അനങ്ങളുണ്ടായില്ല ഈ സാധനം. പിന്നെ ഇപ്പം നോക്കുമ്പോൾ അത് അനങ്ങണ അതിൻ്റെ തല മാത്രം. ഇതൊക്കെ ഇരിക്കണമൊക്കെ ഉണ്ടാക്കി വെച്ച പോലെ തന്നെ അനങ്ങണില്ല അവിടെ നിന്ന്. പിന്നെ മനസ്സിലായത് അത് ഒറിജിനലാണെന്ന്. അല്ല വേറെ അത് തന്നെയുണ്ട്. മടിയന്മാരാണ് കൊടുക്കണ്ട.
ഇത് റാബിറ്റ് കുഞ്ഞുണ്ട്, കുഞ്ഞൻ റാബിറ്റ്. ഓ നല്ല ഭംഗിയുണ്ടല്ലോ ഇതിന് കാണാൻ, നല്ല രസമുള്ള റാബിറ്റ്. അയ്യോ കണ്ട് നല്ല ഭംഗിയുള്ള കുഞ്ഞു റാബിറ്റാണ്. ഉറങ്ങിയതുകൊണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുറേ ഷോപ്പുകളും കാര്യങ്ങളും അതും ഇതൊക്കെ ഇതിലുണ്ട്. പിന്നെ ഓരോ ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. എന്തോ നടക്കാൻ പോകുന്നത് തോന്നുന്നുണ്ട് ഇവിടെ. പിന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണ്. നമ്മളവിടുന്ന് റീചാർജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു കാർഡ് അവർ തരും. അത് പിന്നീട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാർഡാണ്. ഞാൻ കാണിച്ചു തരാം. അഗ്രികൾച്ചറിൻ്റെ ഒരു കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതുപോലത്തെ ഒരു കാർഡ് നമുക്ക് അവർ തരും ഷേക്ക് സൈഡ് ഫെസ്റ്റിവലിൽ. ഇത് വെച്ച് നമുക്ക് റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ല ഗെയിംസോ കാര്യങ്ങളോ കളിക്കുന്നുണ്ടെങ്കിലൊക്കെ നമുക്കിതൊക്കെ യൂസ് ചെയ്തിട്ട് കളിക്കാം. ഇവിടെ ജ്വല്ലറി എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ. അതെ നൈസ് പരിപാടിയാണ്. പിള്ളേരൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഇത് മൊത്തം കറക്കി കാണിക്കാനുള്ള ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. ഫ്രെയിമുണ്ട്. ഇവിടെയൊക്കെ നിറച്ച് സ്ട്രീറ്റ് ഫുഡ്സിൻ്റെ ഏരിയ കേട്ടോ. കൊറിയൻ ഫുഡുകൾ, എല്ലാ നാഷണാലിറ്റീസിനും വേണ്ട സംഭവങ്ങൾ, കംപ്ലീറ്റ് ഫുഡ് ഐറ്റംസ്, ഇവിടുത്തെ സ്പെഷ്യൽ സംഭവങ്ങളെല്ലാം കിട്ടണം. ഇവിടേക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഏരിയാസും പരിപാടികളൊക്കെ. പക്ഷെ ഇതിന് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്ന പരിപാടി ഇവർ ജസ്റ്റ് സെറ്റ് ചെയ്തേക്കാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലെ. എല്ലാ ഇതിൻ്റെയും ഉണ്ട് ഇവിടെ. വഞ്ചിയിൽ സെറ്റ് ചെയ്തേക്കണ പോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നല്ല പറച്ചിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന്. പ്രോപ്പർ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒന്നുമല്ല, പക്ഷേ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിലെ ഒരു ബ്രിഡ്ജ് നമുക്ക് നടക്കാനും ഇതാക്കാനൊക്കെ. അവിടെ നമ്മുടെ ഗെയിംസും കാര്യങ്ങളൊക്കെ പറഞ്ഞ അതിൻ്റെ അവിടെയാണ്. ഇവിടെ ജൈനിലെ പരിപാടികൾ. ഇത് തായ് കിച്ചണാണ്. തായ് കിച്ചണുണ്ട്. മാംഗോ സ്റ്റിക്കി റൈസ് പരിപാടിയാണ്. തായില് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. Dynamite, butterfly, fried shrimp, crispy chicken, calamari tempura. ഇതാണ് ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ പ്രോപ്പർ വ്യൂ. ഇങ്ങനെ അറ്റത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട ആ ബ്രിഡ്ജ് ഇവിടെയാണ്. ആ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തേക്കുണ്ട്. പല 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 ഫുഡ് ഐറ്റംസും കാര്യം. ഈജിപ്തിൻ്റെ പവലിയൻ ഉണ്ട്.
അതേപോലെ തന്നെ ജപ്പാൻ്റെ ഉണ്ട് ഇവിടെ. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഞങ്ങൾ കയറിയതായിട്ട് ഒരു വട്ടം. പിന്നെ ഞങ്ങൾ മറ്റേ ഷെയ്ഖ് സയ്യിദ് ഫെസ്റ്റിവലാണിത്. അതേപോലെ തന്നെ ഇതിൻ്റെ തന്നെ വലിയൊരു പരിപാടി ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വണ്ടി, ആ പോകണ്ട. അതിൽ ബാക്കിയുള്ളൊരു കാരണമുണ്ട്, ഞാൻ കയറുന്നില്ല. മോഷൻ സിക്നസ് ഉള്ളതുകൊണ്ട് തല ഇറങ്ങും ഇതിൽ കയറി കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ കുറേ ഗെയിംസ് ഉണ്ട്, ടപ്പ് ടോസ്, സ്ലിംഗ് ഷോട്ട്, അങ്ങനെ. വീണ്ടും 100 ദിർഹംസിന് റീചാർജ് ചെയ്യാൻ വന്നതാണ്. നമുക്ക് ഓരോന്നിനും ആ ടൈമിലനുസരിച്ചിട്ട് റീചാർജ് ചെയ്യാം. കാരണം നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് അറിയാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യണത്. അതല്ലാന്നുണ്ടെങ്കിൽ ഫുൾ റീചാർജ് നമുക്ക് എല്ലാത്തിൻ്റെയും കോസ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ റീചാർജ് ചെയ്തിടാം. നമ്മളിപ്പോൾ ഇതിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൽ 50 ഇട്ട് കഴിഞ്ഞാൽ അതാ പറയണ, അതിൽ പോയിന്റ്സ് ഉണ്ട് 50. പിന്നെ അതായത് പയ്യെ പയ്യെ അതെ 20 എന്ത് കാണിച്ചു. ആ യൂട്യൂബിലൊക്കെ വരും, താത്ത പൊളിക്കും. ഞാനിട്ടപ്പോ നമ്മളിട്ടപ്പോ ഒരു 50ഉം 100ഉം 20ഉം കിട്ടി. മിസ്റ്റേക്കൻലി ടാപ്പ് ചെയ്താണ് 2-3 വട്ടം. അപ്പൊ റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞു. അല്ലല്ല, ഒരു ഡിസ്കഷനിലാണ്. ഇവിടെ കേൾക്കാൻ പറ്റുമോ എന്താണെന്നുള്ളത് നോക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ബാലൻസ് പോയെന്ന് മനസ്സിലായി. അപ്പം അതിൻ്റെ പരിപാടി നോക്കിയാൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് കയറാൻ. ആ Ainu come. Oh my god. അത് ആഡ് ചെയ്യാൻ വന്നേക്ക് ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. ഇതിൽ 25 dirhams ആണ് ഒരാൾക്ക്. നമ്മൾ ഇതിൽ ചെറിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോണസ് കിട്ടുന്ന സാധനം നമ്മുടെ ക്രെഡിറ്റ് തീർന്നാൽ മാത്രമാണ്, നമ്മളിതിൽ ചെയ്യണ പേയ്മെൻറ്റ് തീർന്നാൽ മാത്രമാണ് നമുക്ക് ബോണസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബോണസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും റീചാർജ് ചെയ്യും. വീണ്ടും റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ മാത്രമാണ് ഈ സാധനം യൂസ് ചെയ്ത് ബോണസ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ബോണസ് അവിടെ നിൽക്കും, നമ്മൾ ഓരോ വട്ടം റീചാർജ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സേഫാണെന്നാണ് അവർ പറയണത്. ഈ എൻഡിലിരിക്കാനും പറഞ്ഞ് നടച്ചാനെ കിളി മാറും. എൻഡിലിരിക്കാൻ വാ, ഈ എൻഡിലിരിക്കാൻ. ആ